الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 11ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അൽഹംദുലില്ലാഹ് ഫിഖഹിൻ്റെ ഒരു ക്ലാസ്സിൽ കൂടി നമുക്ക് ഇരിക്കാൻ, ആ അറിവ് കൂടി നമുക്ക് നേടാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ, ആമീൻ. ജീവിതമൊക്കെ സുഖകരമായി പോകുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ SSLC കഴിഞ്ഞ കുട്ടികൾ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടികൾ ഒക്കെ ഉണ്ടാകാം. ഇപ്രാവശ്യം SSLCക്ക് ഇരിക്കുന്നവരുണ്ടാകാം. എല്ലാവർക്കും അല്ലാഹു ഇരുലോകത്തും ഉപകാരപ്രദമാകുന്ന അറിവ് വർദ്ധിപ്പിച്ച് നൽകട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും എൻ്റെ നിരന്തരമായ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മുതഅല്ലിമീങ്ങളാണ്, അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടും തീർച്ചയാണ്. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് ഫിഖഹിൻ്റെ 3ാം അധ്യായത്തിലാണ്. 3ാം അധ്യായം അൽ ഖുൽഉ. അതിൻ്റെ സാങ്കേതികാർത്ഥം, ആ പദം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ഈ അധ്യായത്തിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് ഖുൽഇൻ്റെ പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്ന്, ഖുൽഇൻ്റെ പദപ്രയോഗത്തിൽ ഭർത്താവ് പ്രതിഫലം പ്രത്യേകം പരാമർശിക്കാതിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ തൻ്റെ ഭാര്യ തൻ്റെ ഖുൽഇനെ സ്വീകരിക്കാൻ ആവശ്യപ്പെടണമെന്ന ഉദ്ദേശം ഭർത്താവിനുണ്ടാകാം, അത്തരത്തിലൊരു ഉദ്ദേശം ഇല്ലാതിരിക്കാം. അങ്ങനെ ഭാര്യയോട് ഈ ഖുൽഇനെ നീ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടാൻ ഭർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഖുൽആയി സംഭവിക്കുകയും അവൾ പ്രതിഫലം പ്രത്യേകം പരാമർശിക്കാത്തത് കൊണ്ട് അവളെപ്പോലോത്തവൾക്കുള്ള മഹർ അഥവാ മഹർ മിഥിലാണ് ഭർത്താവിന് പ്രതിഫലമായി നൽകേണ്ടത് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു ഉദ്ദേശം ഭർത്താവിന് ഇല്ലെങ്കിൽ അത് ഖുൽ അല്ല, തലാഖായിട്ടാണ്, തിരിച്ചെടുക്കാവുന്ന തലാഖായിട്ടാണ് സംഭവിക്കുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റു 2 രൂപങ്ങളാണ് പറയാൻ പോകുന്നത്. അഥവാ പ്രതിഫലം ഖുൽഇൻ്റെ പദപ്രയോഗത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ആ പരാമർശിച്ചത് തന്നെ പകരത്തിന് പകരം എന്നുള്ള രീതിയിലാണ് പരാമർശിക്കപ്പെട്ടത്. മറ്റൊന്ന്, പ്രതിഫലം ഖുൽഇൻ്റെ പദപ്രയോഗത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ആ പരാമർശിച്ചത് സ്വാഭാവികമായാണ്, അല്ലെങ്കിൽ ആ പ്രതിഫലം തരുന്നതിനെ തൻ്റെ ഖുൽഇനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഈ 2 പദപ്രയോഗങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ, അവിടെ ഉണ്ടാകുന്ന പ്രത്യേക വിധികൾ, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതോടെ ഈ അധ്യായം കഴിയും. അപ്പോൾ പകരത്തിന് പകരമായി ഉള്ള പദപ്രയോഗത്തിൻ്റെ ഒരു ഉദാഹരണം, ഖാലഅതുകി ബിഅൽഫിൻ എന്ന് പറയാം. അഥവാ 1000 പകരം ഞാൻ നിന്നെ ഖുൽഅ ചെയ്തു.
മറ്റൊരു ഇടപാടിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബിഅ്തുക ഹാദ സൗബ ബിമിഅത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? 100 പകരമായി 100 രൂപ എന്ന് നമുക്ക് അവിടെ സങ്കല്പിച്ച് കൊടുക്കുക. 100 രൂപക്ക് പകരമായി ഈ വസ്ത്രം ഞാൻ നിനക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടാകും? അപ്പോൾ അവിടെ ആ വാങ്ങാൻ വന്നയാൾ, മുഷ്തരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾ, അയാൾ കബിൽത്തു എന്ന് പറയണം, അല്ലെങ്കിൽ അയാൾ 100 രൂപ അങ്ങോട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ഇടപാട് അവിടെ പൂർണ്ണമാകുക. അതുപോലെ തന്നെ ബിഅ്തുക ഹാദ സൗബ ബിഅത്തിൻ, 100 പകരമായി ഞാൻ നിനക്ക് ഈ വസ്ത്രം വിറ്റു എന്ന് പറഞ്ഞ ആൾക്ക് മറ്റേയാൾ കബിൽത്തു അല്ലെങ്കിൽ മറ്റേയാൾ പണം കൊടുത്ത് അതിൻ്റെ കബൂല് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ ബായിന് വിറ്റ ആൾക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റും. അതാ പദപ്രയോഗത്തിൻ്റെ സവിശേഷതയാണ്. എന്നതുപോലെ ഖാലഅതുകി ബി അൽഫിൻ എന്ന് പകരത്തിന് പകരമായി അഥവാ 1000 പകരമായി, അത് 1000 ദിർഹമാകാം, ഡോളറാകാം, ദീനാറാകാം, റുപ്പീസാകാം, എന്തോ ആകട്ടെ, അൽഫ് എന്നുള്ളത് ഉദാഹരണമായി പറയുന്നതാണ്. 1000 പകരമായി ഞാൻ നിന്നെ ഖുൽഅ ചെയ്തു എന്ന് പറയുന്നിടത്ത് ഭർത്താവിന് അവൾ ഈ ഖുൽഇനെ സ്വീകരിക്കും മുമ്പ് തൻ്റെ ഈ ഖുൽഇനെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അഥവാ അവൻ പറയുക, ഞാൻ എൻ്റെ ഖുൽഇൽ നിന്നും റുജൂ ചെയ്തു, അതിനെ ഞാൻ ക്യാൻസൽ ചെയ്തു, അതിനെ ഞാൻ മടക്കിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുൽഇനെ ക്യാൻസൽ ചെയ്യാം. മറ്റൊരു സവിശേഷത, അതിൻ്റെ ഒരു നിബന്ധന, അത് ഖുൽആയി സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യ വാക്കാലോ പ്രവർത്തിയാലോ അതിനെ സ്വീകരിക്കണം. വാക്കാൽ എങ്ങനെ സ്വീകരിക്കുക? അവൾ പറയാ കബിൽത്തു എന്ന് പറയാം, അല്ലെങ്കിൽ റദീതു എന്ന് പറയാം, ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം. പ്രവർത്തിയാൽ എങ്ങനെ സ്വീകരിക്കുക? ഓനെ 1000 പകരം ഞാൻ നിന്നെ ഖുൽഉ ചെയ്തു എന്നല്ല പറഞ്ഞത്, 1000 എടുത്തു കൊടുക്കുക. അടപ്പഞ്ഞ് കബിൽത്തു, ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ സ്വീകരിച്ചു എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. കാരണം അവൾ പ്രവർത്തിയാൽ അവിടെ സ്വീകരിച്ചു. അതാണ് ആ പദപ്രയോഗത്തിൻ്റെ സവിശേഷത. ഇനി മറ്റൊരു പദപ്രയോഗത്തിൻ്റെ രൂപം സോപാധികം, അഥവാ ഈ പ്രതിഫലം തരുന്നതുമായി അവൻ്റെ ഖുൽഇനെ അവൻ ബന്ധിപ്പിച്ചു. അവിടെ പല രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടാകും. 2 തരം പദപ്രയോഗങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഒന്ന്, അറബിയും അതിൻ്റെ മലയാളവും പറഞ്ഞ് വിശദീകരിക്കാം. അതാണ് സോപാധികം, അല്ലെങ്കിൽ അവൻ്റെ പ്രതിഫലം നൽകലുമായി അവൻ തൻ്റെ ഖുൽഇനെ ബന്ധിപ്പിക്കുന്നത്. മതാ അഅതൈതിനി അൽഫൻ ഫഅന്തി ത്വാലിഖുൻ. മലയാളം, എപ്പോൾ നീ എനിക്ക് 1000 തരുന്നുവോ അപ്പോൾ നീ വിവാഹമോചിതയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥം തന്നെ ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. എപ്പോൾ 1000 തന്നുവോ അപ്പോൾ നീ വിവാഹമോചിതയാണ് എന്നാ പറഞ്ഞത്. അപ്പം പെട്ടെന്ന് തന്നെ 1000 കൊടുക്കണം എന്ന് ഇല്ല. മാത്രമല്ല അവളത് കബിൽത്തു എന്നൊന്നും പറഞ്ഞ് സ്വീകരിക്കണം എന്നില്ല. ഭർത്താവിന് ഈ ഒരു പദപ്രയോഗം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ഷിറാ, വാങ്ങൽ കൊടുക്കൽ പോലത്തെ ഒരു മുആവളത്തിൻ്റെ, ഒരു പകരത്തിൻ്റെ പദപ്രയോഗം അല്ല ഇവിടെ ബന്ധിപ്പിക്കൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അവിടെ ഭർത്താവിന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പ്രതിഫലം പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്നില്ല. കാരണം മതാ അഅതൈതിനി, നീ എപ്പോഴെനിക്ക് 1000 തന്നാലും എന്നാ പറഞ്ഞത്. അപ്പം അതെന്ന് ഭാര്യ കൊടുക്കുന്നുവോ അന്ന് അവർ തമ്മിലുള്ള ഖുൽഉ സംഭവിച്ചു, വിവാഹമോചനം സംഭവിച്ചു എന്നാണ് അതിന് അർത്ഥം. അങ്ങനെ ഒരു പദപ്രയോഗം. ഇനി മറ്റൊരു പദപ്രയോഗം ചിലപ്പോൾ ഭർത്താവ് ഉപയോഗിക്കുക ഇങ്ങനെയായിരിക്കും.
ഇൻ അഅതൈതിനി അൽഫൻ ഫഅൻതി ത്വാലിഖുൻ, അല്ലെങ്കിൽ ഇദാ അഅതൈതിനി അൽഫൻ ഫഅൻതി ത്വാലിഖുൻ. രണ്ടിനും ഒരേ അർത്ഥം തന്നെ. എനിക്ക് നീ 1000 തന്നാൽ നീ വിവാഹമോചിതയാണ്. മത്ത എന്നുള്ള അർത്ഥത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. എപ്പോൾ തന്നാലും എന്നല്ല, എനിക്ക് നീ 1000 തന്നാൽ നീ വിവാഹമോചിതയാണ് എന്നാണ്. അവിടെ മത അഅതൈതിനി അൽഫൻ ഫഅൻതി ത്വാലിഖുൻ എന്നുള്ളതിൽ നിന്നും വ്യത്യാസമായ ഒരു പദപ്രയോഗമാണിത്. അപ്പം അവിടെ ഖുൽഅ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യ ആ നിർണയിക്കപ്പെട്ട 1000 ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, അത് പെട്ടെന്ന് തന്നെ നൽകണം, എന്നാലേ ഖുൽഅ് സംഭവിക്കുകയുള്ളൂ. കാരണം ആ പദപ്രയോഗം, അതിൻ്റെ മലയാളാർത്ഥം ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. പെട്ടെന്ന് തന്നെ കൊടുക്കണം, അപ്പോഴേ അത് ഖുൽആയി സംഭവിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ പറയുന്നത്. പകരത്തിന് പകരം എന്നുള്ള രീതിയിൽ, അഥവാ ഖാലഅതുകി ബി അൽഫിൻ എന്ന് പദപ്രയോഗം നടത്തിയിടത്ത് ഉള്ള സവിശേഷത. ഇനി മുആവലത്ത് എന്നുള്ള രീതിയിലല്ലാതെ തഅലീഖ് അഥവാ ബന്ധിപ്പിക്കലോടെ സ്വാഭാവികമായി പറയുന്ന പദപ്രയോഗങ്ങൾ മത അഅതൈതിനി അൽഫൻ ഫഅൻതി ത്വാലിഖുൻ എന്നോ ഇദാ അല്ലെങ്കിൽ ഇൻ അഅതൈതിനി അൽഫൻ ഫഅൻതി ത്വാലിഖുൻ എന്നൊക്കെ പറയുന്നിടത്തുണ്ടാകുന്ന നിബന്ധനകൾ, സവിശേഷതകൾ, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം പറയാൻ പോകുന്നത്, അർത്ഥം വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ പാഠഭാഗത്തിലുള്ള അറിയാൻ സാധ്യതയില്ലാത്ത അർത്ഥങ്ങളും നോട്ടും എഴുതിയെടുക്കുക. എല്ലാവരും നോട്ട് പുസ്തകം എടുക്കുക, പേനെടുക്കുക. മുആവലത്തുൻ, പകരത്തിന് പകരം. ബദഅ, ആരംഭിച്ചു. തഅലീഖുൻ, സ്വാഭാവികം. ഫൗറൻ, പെട്ടെന്ന്. നോട്ട് എഴുതിയെടുക്കുക. പകരത്തിന് പകരം പദപ്രയോഗമാണെങ്കിൽ അവൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ക്യാൻസൽ ചെയ്യാം. അവൾ വാക്കാലോ പ്രവൃത്തിയാലോ സ്വീകരിക്കൽ നിബന്ധനയും ആണ്. ഉദാഹരണം അഥവാ പകരത്തിന് പകരമുള്ള പദപ്രയോഗത്തിൻ്റെ ഉദാഹരണം എഴുതുക മലയാളത്തിൽ. 1000 പകരം ഞാൻ നിന്നെ ഖുൽഅ ചെയ്തു. അടുത്ത പാരഗ്രാഫ്, എപ്പോൾ 1000 തരുന്നുവോ അപ്പോൾ നീ വിവാഹമോചിതയാണ് എന്ന സ്വാഭാവിക പദപ്രയോഗമാണെങ്കിൽ ഭർത്താവിന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അവൾ സ്വീകരിക്കണമെന്നോ പ്രതിഫലം പെട്ടെന്ന് നൽകണമെന്നോ നിബന്ധനയില്ല. എന്നാൽ എനിക്ക് നീ 1000 തന്നാൽ നീ വിവാഹമോചിതയാണ് എന്നതുപോലത്തെ പദപ്രയോഗമാണെങ്കിൽ പ്രതിഫലം പെട്ടെന്ന് നൽകൽ നിബന്ധനയാണ്. നോട്ട് പുസ്തകം അടച്ചു വെക്കുക, കിതാബ് എടുക്കുക, എൻ്റെ കൂടെ വായിക്കുക. وإذا بدأ الزوج بصيغة معاولة كخالعتك ب1000 فله رجوع قبل قبولها
وشرط قبولها فورا بلفظ قبلت أو ضمنت أو بفعل كإعطائها الألفا وإن بدأ الزوج بصيغة تعليق فإن كان بلفظ متى أعطيتني ألفا فأنت طالق فلا رجوع له ولا يشترط قبول ولا إعطاء فورا بل يكفي الإعطاء ولو بعد أن تفرقا وإن كان بلفظ إن أعطيتني أو إذا أعطيتني كذا فأنت طالق فيشترط الإعطاء فورا في حرة حاضرة أو غائبة علمته. ഓക്കെ, അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കും. വഇദാ ബദഅ അസ്സൗജു, ഭർത്താവ് പദപ്രയോഗം ആരംഭിച്ചു. അഥവാ ഭാര്യ വന്നിട്ട് നിങ്ങൾ ഇന്നെ ഹുൽ ചെയ്യോ എന്ന് ചോദിച്ചിട്ടല്ല, ഭർത്താവാണ് ഹുൽഇൻ്റെ പദപ്രയോഗം ആരംഭിച്ചത്. വഇദാ ബദഅ അസ്സൗജു, ഭർത്താവ് ഹുൽഇൻ്റെ പദം ആരംഭിച്ചു. ബിസീഗത്തി മുആവളത്തിൻ, പകരത്തിന് പകരം എന്ന പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അതെന്താ പകരത്തിന് പകരം പദപ്രയോഗം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞല്ലോ, വിൽക്കുക വാങ്ങുക അതൊക്കെ പകരത്തിന് പകരമാണ്. ഒരു ഉദാഹരണം പറയാം, കഹാലാത്തുകി ബി അൽഫിൻ, ഞാൻ നിന്നെ 1000 പകരം ഹുൽ ചെയ്തു എന്ന് പറയുന്നത് പോലെ. അപ്പോൾ വഇദാ ബദഅ അസ്സൗജു ബിസീഗത്തി മുആവളത്തിൻ, പകരത്തിന് പകരത്തിൻ്റെ പദപ്രയോഗം കൊണ്ട് ഭർത്താവ് ഹുൽഇൻ്റെ പദപ്രയോഗം ആരംഭിച്ചു. അതിനുദാഹരണം കഹാലാത്തുകി ബി അൽഫിൻ പോലെ. ഫലഹു റുജൂഉൻ, അവിടെയുള്ള സവിശേഷത ഭർത്താവിന് ക്യാൻസൽ ചെയ്യാവുന്നതാണ്, തൻ്റെ ഹുൽഇനെ റുജൂ ചെയ്യാവുന്നതാണ്. ഖബ്ല ഖബൂലിഹാ, അവൾ അതിനെ സ്വീകരിക്കുന്നതിന് മുമ്പ്. ഫലഹു റുജൂഉൻ ഖബ്ല ഖബൂലിഹ, അവൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ഭർത്താവിന് ക്യാൻസൽ ചെയ്യാം. വശുരിത, അവിടെ നിബന്ധനയാക്കപ്പെടുന്നതാണ് ഖബൂലുഹാ ഫൗറൻ, പെട്ടെന്ന് തന്നെ അവൾ സ്വീകരിക്കൽ. എങ്ങനെയാണ് അവൾ സ്വീകരിക്കേണ്ടത്? 2 രൂപത്തിൽ സ്വീകരിക്കാം. ബിലഫ്ളി ഖബിൽതു, ഖബിൽതു എന്നോ ഔ ലമിൻതു, അല്ലെങ്കിൽ ലമിൻതു എന്നോ വാക്കുകൊണ്ട്. ബിലഫ്ളി ഖബിൽതു ഔ ലമിൻതു, ഞാൻ തൃപ്തിപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചു എന്ന വാക്കുകൊണ്ടോ, ഔ ബിഫിഇലിൻ, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ സ്വീകരിക്കാം. പ്രവൃത്തി കൊണ്ട് എങ്ങനെ സ്വീകരിക്കുക? കഇഅ്താഇഹൽ അൽഫ, അവൾ 1000 നൽകുന്നത് പോലെ. അടുത്ത പാരഗ്രാഫ്, വഇൻ ബദഅ അസ്സൗജു, ഇനി ഭർത്താവ് ആരംഭിച്ചത് ബിസീഗത്തി തഅരീഖിൻ, സ്വാഭാവിക പദപ്രയോഗം കൊണ്ടാണ്. അഥവാ അവൾ പ്രതിഫലം നൽകലുമായി അവൻ്റെ ഹുൽഇനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവൻ പദപ്രയോഗം നടത്തിയത്. അപ്പോൾ അവിടെ 2 തരത്തിലുള്ള പദപ്രയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫഇൻ കാന ബിലഫ്ളി, അവൻ്റെ പദപ്രയോഗം ഉണ്ടായത് മതാ അഅതൈതിനി അൽഫൻ ഫഅന്തി ത്വാലിഖുൻ എന്നാണ് പദപ്രയോഗം ഉണ്ടായത്. എപ്പോഴാണോ നീ എനിക്ക് 1000 തരുന്നത് അപ്പോൾ നീ വിവാഹമോചിതയാണ്. ഫലാ റുജൂഅ ലഹു, അവിടെ ഭർത്താവിന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ബന്ധിപ്പിക്കൽ മാത്രമാണ് ഉണ്ടാകുന്നത്, മുആവളത്തുണ്ടാകുന്നില്ല. വലാ യുഷ്തറത്തു ഖബൂലുൻ, അവിടെ ഭാര്യ സ്വീകരിക്കണമെന്ന നിബന്ധനയും ഇല്ല. വലാ ഇഅ്താഉൻ ഫൗറൻ, പെട്ടെന്ന് നൽകണമെന്നും ഇല്ല ഈ പറഞ്ഞ പ്രതിഫലം. ബൽ യക്ഫിൽ ഇഅ്താഉ, മറിച്ച് നൽകൽ മതിയാകുന്നതാണ്. വലൗ ബഅദ അൻ തഫറഖാ, അവർ പിരിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും. ബൽ യക്ഫിൽ ഇഅ്താഉ വലൗ ബഅദ അൻ തഫറഖാ, അവർ പിരിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും നൽകിയാൽ മതി. വഇൻ കാന ബിലഫ്ളി, ഇനി ഈ തഅരീഖിൻ്റെ അഥവാ സ്വാഭാവിക പദപ്രയോഗം ഉണ്ടായത് ഇൻ അഅതൈതിനി ഔ ഇദാ അഅതൈതിനി കദാ ഫഅന്തി ത്വാലിഖുൻ,
അപ്പോൾ ആ കഥ എന്നുള്ളത് രണ്ടിടത്തേക്കുണ്ട് കേട്ടോ. ഇൻ അഅതൈതിനി കഥ ഫഅന്തി ത്വാലിഖുൻ, അല്ലെങ്കിൽ ഇദാ അഅതൈതിനി കഥ ഫഅന്തി ത്വാലിഖുൻ എന്നാണ്. രണ്ടും അർത്ഥം തന്നെ. നീ എനിക്ക് ഇന്നാലിന്നത് തന്നാൽ നീ വിവാഹമോചിതയാണ്. ഇന്നാലിന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഖ്യ 1000 അൽഫെന്നോ അല്ലെങ്കിൽ അൽഫൈൻ എന്തോ വെച്ചാൽ സങ്കല്പിച്ച് കൊടുക്കാം. ഫൈഷ്തറത്തു, അപ്പോഴവിടെ നിബന്ധനയാക്കപ്പെടുന്നതാണ് അൽ ഇഅ്താഉ ഫൗറൻ, പെട്ടെന്ന് തന്നെ നൽകണം. നേരത്തെ മത്ത പ്രയോഗിച്ചെടുത്ത് പെട്ടെന്ന് നൽകണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഫൈഷ്തറത്തുൽ ഇഅ്താഉ ഫൗറൻ, പെട്ടെന്ന് തന്നെ നൽകൽ നിബന്ധനയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഫീ ഹുറത്തിൻ ഹാദിറത്തിൻ, അവിടെ സന്നിഹിതയായ ഒരു സ്വതന്ത്ര സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അഥവാ തൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഭാര്യനോടാണോ പറഞ്ഞത് ഇദാ അഅതൈതിനി അൽഫൻ ഫഅന്തി ത്വാലിഖുൻ, ആ പദം പ്രയോഗിച്ചത് ഹുൽ ആവണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓളിങ്ങോട്ട് 1000 കൊടുക്കണം. അല്ല, ഇനി അവള് മറ്റൊരിടത്താണ്, ഓളെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഓൾ അമേരിക്കയിലാണ്, ജോലിക്ക് പോയതാണ്, അപ്പോഴും പെട്ടെന്ന് നൽകണം. ഗായിബത്തിൻ അലിമത്ഹു, ഈ വിവരം അറിഞ്ഞ ഇവിടെ ഇല്ലാത്ത അസാന്നിധ്യമായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, സാന്നിധ്യത്തിൽ ഇല്ലാത്ത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിഞ്ഞ ഉടനെ അവൾ നൽകണം. അപ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കണം 1000, ആ അറിഞ്ഞ ഉടനെ. അപ്പോഴാണത് ഹുൽ ആവുകയുള്ളൂ, പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നർത്ഥം. അത്രയുമാണ് ഈ പാഠഭാഗത്ത് പറയാനുള്ളത്. ചോദ്യങ്ങൾ എഴുതിയെടുക്കുക. അത്തദ്രീബാത്ത് നമ്മളെ പാഠഭാഗത്ത് കാണുന്ന 5-ാം ചോദ്യം മുതൽ കേട്ടോ. ലിസ്സൗജി റുജൂഉൻ മതാ, ഭർത്താവിനെ ക്യാൻസൽ ചെയ്യാം ഹുൽഇനെ, അതെപ്പോഴാണ്? യജിബു ഇഅ്താഉൽ ഇവളി ഫൗറൻ മതാ, പെട്ടെന്ന് തന്നെ പകരം പ്രതിഫലം നൽകൽ നിർബന്ധമാകും, അതെപ്പോഴാണ്? ഇദാ ഖാല സൗജു മതാ അഅതൈതിനി കദാ ഫഅന്തി താരിഖുൻ ഫഹൽ ലഹു റുജൂഉൻ, എപ്പോഴാണോ നീ എനിക്ക് 1000 തരുന്നത് അപ്പോൾ നീ വിവാഹമോചിതയാണെന്ന് പറഞ്ഞിടത്ത് ഭർത്താവിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? സ്വലാത്ത് ഇപ്പം ചൊല്ലും, അതിൻ്റെ മുമ്പ് ഒരാവർത്തി ഒന്ന് വായിച്ച് അർത്ഥം വെച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി എന്നെൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.